കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കരയാൻ ഒരിടം കാണാൻ ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാർ സത്യത്തിൽ കരയുന്നവരാണ്. ജീവിത പങ്കാളി പോലും കാണാതെ, മക്കൾ കാണാതെ ഒരുപാട് പേര് കരയാറുണ്ട്. ആ കരച്ചിൽ അവരുടെ മിഴികളിൽ നിന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ അവരുടെ തൊണ്ടയിടറാറുണ്ട്, അവരുടെ കണ്ടമിടറി ചിലപ്പോൾ സംസാരിക്കും. എങ്കിലും വളരെ ജാഗ്രതയോടെ പുരുഷന്മാർ ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് കാണിക്കാതെ ഉള്ളിൽ പെയ്തിറങ്ങുന്ന ഒരു ശക്തമായ ഒരു മഴക്കാലം പോലെ അവർ ജീവിതത്തിൽ കൊണ്ട് നടക്കാറുണ്ട്. ഒരുപാട് മനുഷ്യര് സമൂഹത്തിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജരാജനെ പോലെ നിൽക്കുന്ന മനുഷ്യര് പാവങ്ങളെപ്പോലെ മുട്ടുകുത്തി കൈപിടിച്ച് കരഞ്ഞ അനുഭവങ്ങൾ ഞാൻ ഒരുപാട് കാണാൻ ഇടവന്നിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം, ഇവരൊക്കെ ഇത്രയും വലിയവരാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നു എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാതെ അവരെ തുരുതുരാ നിരന്തരം വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ച മനുഷ്യർ ഏറ്റവും അവസാനം ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട്, സോറി, ഒറ്റ വാക്കുകൊണ്ട് അനുഭവിച്ച വേദനയുടെ നിമിഷങ്ങൾ, കനലിൻ്റെ മുകളിലൂടെ നടന്ന ആ ഓരോ നിമിഷങ്ങൾ, വെന്ത് വെന്ത് ഉരുകി തീരുന്ന ഹൃദയങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനൊരു പുരുഷൻ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. വേറെ ആരുമല്ല, അവൻ്റെ പേര് ജോസഫ് എന്നാണ്. ബൈബിളിൽ അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിലൊരു കാര്യം മാത്രമാണ് അച്ഛൻ നിങ്ങളോട് ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുക. ഒരു പുരുഷൻ്റെ ഒരു കരച്ചിൽ, ആരും കാണാൻ ഇടവരാതെ അവൻ ഒരിടം നോക്കി പോയി കരയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ജോസഫ് കരയാൻ ഒരു ഇടം നോക്കി കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഉള്ളിൽ ഒരുപാട് സങ്കടം ഒതുക്കിക്കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ ഒരു പൊട്ടിത്തെറി ഒരാളും അറിയാതിരിക്കാൻ കതകടച്ച് അവൻ്റെ കിടപ്പ് മുറിയിൽ പോയി വാപൊത്തി, അല്ലെങ്കിൽ തുണി വായിൽ കുത്തി തിരകി അവൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണുനീരിന് രത്നത്തെക്കാളും വിലയുണ്ട്. എന്താ കാരണം? പിശാച് പോലും തോറ്റത് ജോസഫിൻ്റെ മുൻപിലാണ്. നമ്മുടെ മുൻപിൽ ഒരു പിശാച് തോൽക്കാൻ എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ഒരാളെ കാണാതെ കരയാൻ ഒരിടം നമുക്കുണ്ടാകണം. കാരണം എന്താ? സ്വന്തം സഹോദരങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചതും, മർദ്ദിച്ചതും, വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തതും, അവശനായി വിവശനായി കുഴിയിൽ തള്ളിയിട്ടതും, ഒരു അടിമയെപ്പോലെ വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റി കൈകളിലും കാലുകളിലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് മണലാരണ്യത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ട് നടന്നപ്പോഴും ഒരംശം പോലെ സഹോദരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ കഴിയാതെ പോയ ജോസഫിൻ്റെ മുമ്പിൽ സാത്താന് മുട്ട് മടക്കുക മാത്രമല്ല, മുൻപിൽ പോലും വരാൻ പറ്റിയില്ല എന്നുള്ളത്. എന്നിട്ട് അവനെ ഒരു ഫറവോ വിലക്കി വാങ്ങുന്നു. അവൻ്റെ സുഹൃത സമ്പന്നമായ ജീവിതത്തിൻ്റെ മുൻപിൽ മറ്റുള്ളവർ പോലും തോറ്റു നിൽക്കുകയും അവനെ അഭിമാനത്തോടെയും ബഹുമാന പുരസ്കാരം നോക്കി നിൽക്കുകയും അവനെ അവരുടെ മേലാളനായി നിയമിക്കുകയും ചെയ്തിട്ട് ജഡികമായ താല്പര്യത്താൽ, കാമാവേശത്താൽ ഒരു സുന്ദരിയായൊരു സ്ത്രീ അവനെ കടന്നു പിടിക്കുവാൻ ആഗ്രഹിച്ചപ്പോഴും ശരീരത്തിൽ പോലല്ല, അവൻ്റെ ഹൃദയത്തിലും മനസ്സിൽ പോലും ഒരു അണുവിട, ഒരു ജഡിക പാപത്തിന് പോലും മനസ്സ് വയ്ക്കാത്തവൻ, അവൻ വസ്ത്രം ഇട്ട് പുറത്തേക്ക് ഓടിപ്പോയി അവനെ എല്ലാവരുടെയും മുമ്പിൽ അവഹേളിതനാക്കി അവനെ തടവറയിലേക്ക് അടച്ചു.
പിശാച് മുട്ടുമടക്കിയ നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, എന്നിട്ട് നീണ്ട വർഷങ്ങൾ അവൻ അവിടെ തടവറയിൽ താമസിച്ചിട്ടും തൻ്റെ യജമാനനോടോ തന്നെ ഈ അപമാനം വരുത്തിയ തൻ്റെ അഭിമാനത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയവളോട് ഒരു തരി പോലും വിഷമമില്ലാതെ ജീവിച്ചതിനാൽ പിശാച് അവിടെയും മുട്ടുമടക്കി എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവനൊരു ഭരണാധികാരിയാക്കി. തന്നെ തോൽപ്പിച്ചവരും തന്നെ നശിക്കാൻ ആഗ്രഹിച്ചവരുമായ സഹോദരങ്ങൾ അപ്പത്തിന് വേണ്ടി കൈനീട്ടിയപ്പോൾ തൻ്റെ സഹോദരങ്ങളെ കണ്ടതിലെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞതാണ്. നമ്മൾ പലരും കരയാറുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? നമുക്ക് നഷ്ടപ്പെട്ടതിനോർത്ത് കരയാറില്ലേ? കിട്ടാതെ പോയതിനോർത്ത് കരയാറില്ലേ? നമുക്ക് വെച്ച് നീട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് കരയാറില്ലേ? അപകടങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും സമ്പത്തും നഷ്ടപ്പെട്ടതോ അതിനോർത്ത് കരയാറില്ലേ? പക്ഷേ ഈ കരച്ചിൽ രത്നങ്ങളുടെ വിലയേക്കാൾ മൂല്യമുള്ള കരച്ചിലാണ്. സഹോദരങ്ങളെ കണ്ടതിലുള്ള കരച്ചിൽ, അവരെ വീണ്ടും കാണാൻ കഴിഞ്ഞുള്ള കരച്ചിൽ. നമ്മുടെയൊക്കെ വീടിനും നമ്മുടെയൊക്കെ കുടുംബത്തിലും പിശാച് കടന്നു കയറാൻ ഒരു കാരണം നമ്മൾ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ആരൊക്കെ ക്ഷമിക്കുന്നുവോ അവരെല്ലാം കരയാറുണ്ട്. ഏറ്റവും കൂടുതൽ കരയുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾക്ക് പറയാം, ബൈബിളിൽ അത് ക്ഷമിച്ചതിന് ശേഷം ആ സഹോദരങ്ങളെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ടൊരു കരച്ചിലാണ്. വേദനയുടെ കരച്ചിലല്ലാതെ കരയാനൊരിടം നോക്കിയവൻ. നമ്മുടെയും ജീവിതത്തിൽ നമുക്കൊരു കരയാനൊരിടം ഉണ്ടാകട്ടെ. ക്ഷമിക്കാനൊരു നീണ്ടൊരു പരമ്പര ഉണ്ടാകട്ടെ. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞവൻ്റെ ജീവിതത്തിൽ കർത്താവ് കിരീടമണിയിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കൾക്കും അനുഗ്രഹം കിട്ടാത്തതിന് കാരണം നാം ക്ഷമിച്ച് ഒന്ന് കരയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നാം കരയാറുണ്ട്. എന്തിനാണെന്നറിയോ? എന്നെ സഹോദരങ്ങൾ വേദനിപ്പിച്ചതിനെ കരയാറുണ്ട്, എന്നെ നിന്ദിച്ചതിനെ ഓർത്ത് കരയാറുണ്ട്. പക്ഷേ അവരോട് ക്ഷമിച്ചതിൻ്റെ സന്തോഷം, അവരെ കണ്ടുമുട്ടിയതിൽ ആനന്ദം, അവരെ വീണ്ടും തിരിച്ചു കിട്ടിയതിൽ ആനന്ദം. നഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടി. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് കെട്ടിപ്പിടിച്ച് കരഞ്ഞതുപോലെ ഭൂമിയിൽ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു വ്യക്തിത്വമാണ് ജോസഫ്. നമ്മുടെ വീടുകളിൽ പിശാച് കടന്നു കയറാതിരിക്കാൻ ക്ഷമയുടെ ഈ ഒരു പാനപാത്രം നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ നമുക്ക് ആ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കരച്ചിലുകൾ പലപ്പോഴും ആരും കാണാറില്ല. കരച്ചിലുകൾ കാണുന്നവരുണ്ട്. എങ്കിലും പൊട്ടിക്കരയാനൊരിടം നോക്കി ഞങ്ങൾ പോകുമ്പോൾ നിൻ്റെ തിരുസന്നിധിയിലായിരിക്കട്ടെ ആ കരച്ചിൽ. ഞങ്ങളോട് ചങ്ക് കുത്തി പൊളിക്കുന്ന വേദനയോട് കൂടി പെരുമാറിയ ഓരോ വാക്കുകൾ, ഓരോ പ്രവൃത്തികൾ, ഞങ്ങളെ തടഞ്ഞു നിർത്തിയത്, മാറ്റി നിർത്തിയത്, തുരിതരാ ഞങ്ങളെ ഓരോ പ്രവൃത്തിയെ പ്രതി നിരന്തരം പിന്നാലെ വന്ന് ഇങ്ങനെ ഞങ്ങളെ ശല്യപ്പെടുത്തുകയും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവരോട് കർത്താവേ, അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനൊരു കൃപ നൽകണമേ. ഞങ്ങളുടെ മുൻപിൽ സാത്താൻ മുട്ടുമടക്കി അവനെ ഓടിക്കാൻ, പരാജയപ്പെടുത്തുവാനുള്ള അതിശക്തമായ ക്ഷമയുടെ ഒരു പുണ്യം പരിശുദ്ധാത്മാവെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയാൻ എനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകാൻ. കരയാൻ എനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.